ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളായിട്ട് വ്ളോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ബഹ്റിന് വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഔട്ടിങ്ങിന് പോണത് ഞാനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഈ ഔട്ടിങ്ങിന് ഞങ്ങൾ 3 പേരുണ്ട്. ഞാനും കണ്ണൻ ചേട്ടനും സ്നേഹ ചേച്ചിയും. അപ്പോൾ ഞങ്ങൾ പോകാൻ തിരഞ്ഞെടുത്ത ടൈം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിപ്പം കൊണ്ട് വളരെ ചെറിയൊരു രാജ്യമാണ് ബഹ്റിൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അധികം നേരമൊന്നും ഡ്രൈവ് ചെയ്യേണ്ടി വരില്ല. ഞങ്ങളുടെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഈയിടെയായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ കൂടിയെല്ലാം കാണുന്ന ഡ്രാഗൺ റോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അരമണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ സ്ഥലത്തെത്തി. സൂര്യൻ അസ്തമിക്കാറായി. ഒരു കുന്നിൻ്റെ താഴെ വണ്ടി കൊണ്ടിട്ടിട്ട് ഞങ്ങൾ പയ്യെ മുകളിലേക്ക് നടന്നു. സ്വർഗത്തിലേക്കുള്ള പാത കല്ലുമുള്ളും നിറഞ്ഞതാണെന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെ ഈ കല്ലുമുള്ളും നിറഞ്ഞ പാത നല്ലൊരു വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ മുകളിലേക്ക് നടന്നെത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഡ്രാഗൻ്റെ ഷേപ്പ് ഉണ്ടെന്ന് പറയപ്പെടുന്നൊരു പാറയും അതിൽ അസ്തമയ സൂര്യൻ്റെ ആ വെളിച്ചം അടിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഡ്രാഗൺ റോക്ക് കാണാൻ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് തന്നെ പോവുക. അസ്തമയ സൂര്യൻ്റെ ചെറിയ ചുവന്ന പ്രകാശത്തിൽ ആ ഡ്രാഗൺ റോക്ക് കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട് സെഷനൊക്കെ കഴിഞ്ഞു. പാറക്കൂട്ടത്തിനിടയിൽ കൂടി വവ്വാലിനെ പോലെയുള്ള സ്നേഹച്ചേച്ചിയുടെ വരക്കവും കണ്ണൻചേട്ടൻ്റെ പോസിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പയ്യെ സ്ഥലം വിടാമെന്ന് വിചാരിച്ചു. ബാക്കി ഭാഗം അടുത്ത വീഡിയോ കാണാം.